നമ്മുടെ ഈ സഖാക്കന്മാരുടെ ഭാര്യമാർക്കും മക്കൾക്കും ഒക്കെ പ്രത്യേക പരിഗണനയാണ്. ഇവരുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുക്കേണ്ടിയിരിക്കും. കാരണം ഈ ഇവരുടെയൊക്കെ ഭാര്യമാരാണെങ്കിലും സഹോദരിമാരൊക്കെ ആണെങ്കിലും ഇവരുടെയൊക്കെ പഠനം, ഇവരൊക്കെ എവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നോക്കേണ്ടിയിരിക്കും. കാരണം എല്ലാവർക്കും ഗവൺമെൻറ് സർക്കാർ ജോലിയാണ് ഉന്നത തലത്തിൽ. അതും ചെറിയ ഡിഗ്രി ആണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള സർക്കാരിൻ്റെ നല്ല പദവികളാണ് ഇവർക്കൊക്കെ ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ കൺമുൻപിലുണ്ട്. ഇപ്പം എം സ്വരാജിൻ്റെ ഭാര്യയ്ക്ക്, അതും MBA ബിരുദമുള്ള അവർക്ക് നീറ്റ് പരീക്ഷ പോലും പാസ്സാവാതെ ഒരു ജോലിയിൽ പ്രവേശിക്കുകയും ഇപ്പോൾ PhD വരെ കിട്ടിയിരിക്കുന്നത്. PhDയുടെ കാര്യമൊക്കെ സാറിന് അറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്കറിയാം CPI ഉദ്യോഗാർത്ഥികളൊക്കെ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് വന്നു കിടന്ന് അവരൊക്കെ കരഞ്ഞ കണ്ണുനീര് നമ്മുടെയൊക്കെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. പിന്മാതിലൂടെയുള്ള നിയമനം അത് ഭയങ്കരമല്ലേ? സഖാക്കന്മാരുടെ ഭാര്യമാർക്ക് ജീവിക്കണ്ടേ? നിങ്ങൾക്കൊക്കെ മാത്രം ജീവിച്ചാൽ മതി. ഒരു മനുഷ്യരല്ലേ? സഖാവായി പോയെന്നത് ഒരു കുറ്റമാണ്. MA ബേബിയുടെ ഭാര്യയ്ക്ക് ജീവിക്കണ്ടേ? സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് ജീവിക്കണ്ടേ? രാകേഷ് സഖാവിൻ്റെ ഭാര്യയ്ക്ക് ജീവിക്കണം. എന്താ ഈ അസൂയാണ്? അവർ ഡോക്ടറേറ്റ് എടുക്കും. അല്ല, നല്ല രീതിയിൽ ഡോക്ടറേറ്റ് എടുക്കട്ടെ. ഇപ്പം ഇവർക്ക് വേണ്ടിയിട്ട് മാത്രം പ്രത്യേക ഇതാണ് നിർമ്മിച്ചത്. 2008 കണ്ണൂർ സർവകലാശാലയിൽ രജിസ്റ്റർ ചെയ്ത സരിത നിശ്ചിത പിഴയടച്ച് പ്രബന്ധ മൂല്യനിർണ്ണയം നടത്തിച്ച് 5 മാസത്തിനുള്ളിൽ ബിരുദവും നേടി. ഒപ്പം 1 ലക്ഷം രൂപ അടച്ചാൽ, അപ്പോഴും വന്ന ഒരു പുതിയൊരു നിയമമാണ്, 1 ലക്ഷം രൂപ പിഴയടച്ചാൽ ഗവേഷണ കാലാവധി കഴിഞ്ഞ ആർക്കും PhD നൽകാമെന്ന കണ്ണൂർ സർവകലാശാലയുടെ ആനുകൂല്യത്തിലാണ് ഇത് PhD ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പം മാത്രമല്ല നെറ്റിൻ്റെ യോഗ്യത PhD ബിരുദമോ ആണ് മിനിമം യോഗ്യത ഒരു കോളേജ് അധ്യാപികയുടെ. അപ്പം സത്യം പറഞ്ഞാൽ നെറ്റ് യോഗ്യത അന്ന് സരിതയ്ക്ക് ആ ഒരു യോഗ്യതാ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. 2001 കേരള സർവകലാശാലയിൽ നിന്ന് നേടിയ MBA ബിരുദം മാത്രമാണ് ഇതിൽ സരിതയ്ക്കുള്ളത്. അപ്പോൾ ഇത് വെച്ച് പിന്നീട് ഈ PhD കിട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടി മാത്രം യൂണിവേഴ്സിറ്റി നോക്കിക്കോണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രത്യേക നിയമം തന്നെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ആർക്കും, അതായത് PhD എടുത്ത് കാലാവധി കഴിഞ്ഞാൽ ആർക്കും 1 ലക്ഷം രൂപ പിഴ അടച്ചാൽ PhD കിട്ടും, ഡോക്ടറേറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ PhD കാലാവധി വരെ ഇരുന്ന് തട്ടിക്കൂട്ടി ഇരുന്നിട്ട് പിഴ അടച്ച് PhD വാങ്ങിക്കാതെ ആർക്കും വാങ്ങിക്കാമല്ലോ, കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. പിഴയടച്ച് ഡോക്ടറേറ്റ് വാങ്ങാൻ എന്തോ ഈ പിഴയടച്ച് വാട്ടർ കണക്ഷൻ നേടുന്ന പോലെയാണ്. അങ്ങനെയുള്ളൊരു സാധനമാണ് ഡോക്ടറേറ്റ്. ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 3 വർഷം അല്ലെങ്കിൽ 5 വർഷമൊക്കെ നിരന്തരമായ ഒരു തപസ്യ പോലെ എടുക്കുന്നതാണ്. ഗവേഷണം നടത്തി പുതിയ കാര്യം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതില്ലാതെ മറ്റൊന്നുമല്ല. നമുക്ക് കോപ്പി അടിച്ചവരൊക്കെ ഉണ്ട്. നമ്മുടെ ഡോക്ടർ ചിന്താ ജെറോ അല്ലേ, ഡോക്ടറേറ്റ് കിട്ടിയോ എനിക്കറിയത്തില്ല. ചിന്താ ജെറോ യുവജന കമ്മീഷൻ ചെയർപേഴ്സണായിരുന്നു. പിന്നെ ഇവിടെ മുഴുവൻ വിറപ്പിച്ച് നടക്കുന്നതാണ്, കൊല്ലത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചിന്തോ ജെറോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിന്തോ ജെറോമിൻ്റെ വാഴക്കുല അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം നമ്മൾ കേട്ടതാണ്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഇവരുടെയൊക്കെ ഭാര്യമാർക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. ആനുകൂല്യമല്ലല്ലോ സാർ, അവരെ തിരികെ കയറ്റി എത്രയോ പേര് ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി PSC ഒക്കെ എഴുതി എത്ര കുട്ടികൾ നന്നായിട്ട് പഠിച്ച്. മന്ത്രി ശിവൻകുട്ടിയുടെ ഭാര്യ പാർവതിക്ക് PSC മെമ്പറായിരുന്നു, മെമ്പറാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തെല്ലാം നേട്ടങ്ങളാണ് അവർക്കുണ്ടാകുന്നത്. നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ സഖാക്കന്മാരുടെയൊക്കെ മക്കള് വിദേശങ്ങളിൽ പോയാണ് പഠിക്കുന്നത്. ഈ നമ്മുടെ എന്തിനും ചാടിക്കേറി പറയുന്ന ബാലനില്ലേ, ബാലൻ, വ്യത്യസ്തനാ ഒരു ബാലൻ. ആ ബാലന്റെ മക്കൾ ഒക്കെ നെതർലാൻഡ്സിലെ കണ്ടാണെന്ന് തോന്നുന്നു പഠിക്കുന്നത്, എല്ലാ സഖാക്കന്മാരുടെയും. എന്നിട്ട് ഇവിടെ പാവം പിടിച്ച മനുഷ്യരെ കൊണ്ട് DYFI SFIക്കാരെ കൊണ്ടും ഇവിടുത്തെ സെൽഫ് ഫിനാൻസ് കോളേജിനെതിരെ സമരം ചെയ്യിപ്പിച്ചു. ഓർക്കുന്നില്ലേ? ഇവരുടെയൊക്കെ മക്കൾ വിദേശത്താണ്. അല്ല, തീരുന്നില്ല അവിടെ. എന്നിട്ട് നമ്മൾ കൂത്തുപറമ്പിലൊക്കെ കണ്ടതാണ്, പുഷ്പൻ നമ്മുടെ പൂപ്പനെ അറിയുമോ എന്നും പറഞ്ഞ് അവന്മാർ നടന്നില്ല. എനിക്ക് പൂപ്പനോട് എനിക്ക് സഹതാപമേ ഉള്ളൂ കേട്ടോ. ഇവരുടെ ഇതിനു വേണ്ടി രക്തസാക്ഷി ആയല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇവന്മാരെല്ലാം സുഖിച്ച് തിന്നു കുടിച്ച് ജീവിക്കുന്നു ഇവിടെ. മക്കൾ വിദേശത്തും പഠനവും ജോലിയും ഒക്കെ.
പുഷ്പ അല്ല ഇങ്ങനെ സാർ, കിടന്നു. ഒരാൾ മാത്രമല്ല, എത്രയോ രക്തസാക്ഷികൾ, എത്രയോ കുടുംബങ്ങളിലാണ് വേദനയിലായിരിക്കും, എത്രയോ അമ്മമാർക്കും അച്ഛന്മാർക്കുമാണ് തൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടമായി. ഇത് ഈ കുട്ടികൾ പഠിക്കുന്നത്, കോളേജിലെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം ഇടയ്ക്ക് ഇല്ലാതിരുന്നത്, ഈ രാഷ്ട്രീയം മൂലം ഇവരെ ആയുധമാക്കി അങ്ങ് ഇറക്കി വിടുക. സെക്രട്ടറി അടി കൊണ്ട് നടുവും പൊട്ടി ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇനി നിവർന്ന് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഇപ്പോൾ സാറ് പറഞ്ഞു ഇവരുടെയൊക്കെ നേതാക്കന്മാരുടെ മക്കളെല്ലാം അമേരിക്കയിലും ഓസ്ട്രേലിയ, നമ്മുടെ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വേടന്റെ പാട്ട്, മൈക്കിൾ ജാക്സന്റെ പാട്ട്, മറ്റേ ഇത് വർഗീയവാദം കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. ഇനി വേടന്റെ പാട്ടിനെ കുറിച്ച് ഗവേഷണം നടത്തും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതാണോ സർവകലാശാല എന്ന് പറയുന്നത്? പണ്ട് കേരള സർവകലാശാല രൂപീകൃതമായ സമയത്ത് നമ്മുടെ ചിത്രതിരുനാൾ മഹാരാജാവ് അദ്ദേഹം പറഞ്ഞു വൈസ് ചാൻസലറായിട്ട് ആരെ കൊണ്ടുവരണമെന്നുള്ളത്. അദ്ദേഹം മുമ്പോട്ട് വെച്ച പേര് ഐൻസ്റ്റിൻ്റെ പേരാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഉള്ള ഇടങ്ങളിലൊക്കെ ഇപ്പം ഇരിക്കുന്ന BC-മാരും അവിടുത്തെ പാഠ്യ വിഷയവും വേടൻ്റെ പാട്ട് ഇത് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന സഖാക്കന്മാരുടെ ഭാര്യമാർ, ചിന്താ ജെറോമിനെ പോലുള്ള കക്ഷികൾ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. രാകേഷിൻ്റെ ഭാര്യയ്ക്ക് നിയമനം നടത്തി അല്ലേ? അങ്ങനെ കുറേ പേരുണ്ടെന്ന് ഈ പിന്നെ അതുകൂടാതെ ഇതൊക്കെ നമ്മൾ സഖാക്കന്മാരുടെ ഭാര്യയാണ്. ഇനി ഇതിൻ്റെ അടുത്ത ഒരു നിരയുണ്ട്. താഴെത്തട്ടിലുള്ള ഒരുപാട് സഖാക്കന്മാരുണ്ട്. ഈ സഖാക്കന്മാർ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റ് ചില ഒട്ടി നിൽക്കുക എന്നുള്ള ചില കാര്യങ്ങളുമൊക്കെയുണ്ട്. ഇപ്പം നിലമ്പൂരിലൊക്കെ കുറേ സാംസ്കാരിക നായ്ക്കൾ പോയിട്ടുണ്ട് സ്വരാജിന് വേണ്ടി വോട്ട് പിടിക്കാൻ. എന്നിട്ട് എന്തിനു വേണ്ടിയാണ് ഇവർക്കൊക്കെ ഓരോന്നിൻ്റെയൊക്കെ തലപ്പത്ത് കയറണം. എം സ്വരാജിന്റെ ആണെങ്കിലും മറ്റുള്ളവരുടെയൊക്കെ ഭാര്യമാരെ ഇത്തരത്തിലുള്ള നിയമനം നടത്തുമ്പോൾ ഇവർ പഴുതടച്ചാണ് നിയമനം നടത്തുന്നത്. ഇപ്പൊ പുതിയൊരു നിയമം ഇവർക്ക് വേണ്ടി മാത്രം യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിൽ അവരെ ആ ഒരു നിയമനത്തിലേക്ക്, അതായത് PhD എടുപ്പിച്ച് അവർക്ക് അധ്യാപിക എന്നുള്ള ഒരു ജോലി കരസ്ഥമാക്കണമെങ്കിൽ എന്തുമാത്രം നമ്മുടെ സർക്കാരൊക്കെ അധപ്പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു എത്രയോ പേര് PhD കിട്ടാണ്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഒരു ചെറിയ മിസ്റ്റേക്കിന് പോലും അവരുടെ പ്രബന്ധങ്ങളൊക്കെ മാറ്റി, എനിക്കറിയാവുന്ന വ്യക്തികളുണ്ട് എത്രയോ വർഷങ്ങൾ ഇതിനു വേണ്ടി അവരുടെ അധ്വാനം മുടക്കിയിട്ടും കിട്ടാതെ അവർ അലയുന്നവരുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ നിയമങ്ങൾ, പുതിയ നിയമങ്ങൾ, ലോസ് ഒക്കെ അവർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇറക്കിയിട്ട് ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം PhD ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ അല്ലേ സാർ നഷ്ടപ്പെടുന്നത്? PhD എന്ന് പറയുന്ന സാർ ആദ്യം പറഞ്ഞതുപോലെ അല്ലേ, പുതിയ കണ്ടെത്തലുകളാണ്, പുതിയ ശാസ്ത്രജ്ഞരെയും പുതിയ അല്ലെങ്കിൽ പുതിയ ആശയങ്ങളുമൊക്കെ രൂപീകരിക്കുന്ന ഒന്നാണ് PhD. അത്രയും എന്താ പറയുക, ബ്രെയിൻ വർക്ക് ചെയ്ത് എടുക്കേണ്ടുന്ന ആ ഒരു ബിരുദം കൊടുക്കേണ്ടുന്നിടത്ത് നിസ്സാരമായിട്ട് ചില നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തുമാത്രം നമ്മുടെ ഇത് സംസ്കാരവും നമ്മുടെ ഇതൊക്കെ അധപ്പതിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ ഒരു അംഗീകാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കൊടുത്താൽ പോലും ഇപ്പോൾ സർട്ടിഫിക്കറ്റിന് അംഗീകാരം അത്രയ്ക്ക് നിലവാരം കുറഞ്ഞ രീതിയിലാണ് നമ്മുടെ ഈ ഒരു സർവകലാശാലകൾ പോകുന്നത്.